ഇങ്ങനെ ഇരുന്നാലോ? മാറ്റിക്ക് സമയമായി. ഞാൻ വരുന്നില്ല, സൂസി വയ്ക്കൂ. ഛേ, താനെന്താ ഇങ്ങനെ? നല്ല ഒന്നാന്തരം സിനിമയാണ്, എണീറ്റ് വരൂ. എനിക്ക് നല്ല സുഖം തോന്നില്ല സൂസി. എന്റെ മോക്ക് എന്തു പറ്റി? ഒലക്കയുടെ മൂട്. എന്റെ കൂടെ വരാൻ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. നീ അങ്ങനെയാണോ വിചാരിച്ചത്? എനിക്കെന്തോ വല്ലാത്ത ക്ഷീണം. അല്ലെങ്കിലും തന്റെ രീതി ഇതാണ്. താല്പര്യമായിട്ട് എന്തെങ്കിലും പറയുമ്പോ വലിയ ഗമ കാണിക്കും. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അതെ അതെ അതെ, ഓക്കെ. ആ അങ്ങനെ ചെയ്യാം. ഓക്കെ, അത് ശരി. ആ ആ പറഞ്ഞ പോലെ തന്നെ. എനിക്ക് നിങ്ങളുടെ ക്യാബറ ആർട്ടിസ്റ്റ് സ്വപ്നയെ ഒന്ന് കാണണം. അതിന് ക്യാബറയ്ക്ക് സമയമായില്ലല്ലോ. 9 മണിക്ക് വരും. ക്യാബറെ കാണാനല്ല, എനിക്ക് സ്വപ്നയെ ഒന്ന് കണ്ടാൽ മതി. നിങ്ങൾ അവളുടെ ആരാ? ആരുമല്ല, വെറുതെ ഒന്ന് കാണാൻ. സോറി, അത് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ബില്ലെവിടെ സൂസി? ബില്ല് ഹോട്ടലിൽ തുണി അഴിച്ചാർന്ന തിരക്കുകളാണ്. അഴിച്ചു കളയാൻ. എന്തൊരു ബോറന്മാരാ. നിർമ്മലേ, ഞാൻ നിർമ്മലയല്ല, സ്വപ്നയാണ്. അയാൾ ആരാ സ്വപ്നെ? എനിക്കറിയില്ല. നിർമ്മല അയാൾ വിളിച്ചത്. കണ്ടിട്ടൊരു പഴയ കാമുകന്റെ സകല ലക്ഷണമുണ്ട്. നിനക്ക് വേറൊന്നും പറയാനില്ലേ സൂസി? തനിക്കെന്താ എത്ര വെപ്രാളം? എന്റെ പൊന്നിമോള്, എന്നെ ഒന്നും ഒളിക്കാൻ നോക്കണ്ട. ഞാൻ അത്രയ്ക്ക് മണ്ടിയൊന്നും അല്ല. കാമുകൻ നിർമ്മല. എനിക്ക് ആ വിക്രമിനെ പേടിയാ. മഹാബോറൻ. എന്തൊക്കെ അനാവശ്യങ്ങളാ പറയുന്നത്. പണത്തിന്റെ ഹുങ്ക, കൂടെ കുറെ ഭൂതഗണങ്ങളും. അവന്മാരൊക്കെ എങ്ങനെയെങ്കിലും തുറഞ്ഞുകൊള്ളും. ഇവനേക്കാൾ വലിയ വമ്പന്മാർ വാരിക്കുഴികൾ വീഴുന്നു. പിന്നെയാണോ ഇവൻ? ഇങ്ങനെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാലോ? വിഡ്ഢികളാണെങ്കിലേ തെറ്റിദ്ധരിക്കും. അല്ലാത്തവർക്ക് ഊഹിക്കാം നമ്മൾ സ്നേഹിക്കുന്നവരാണെന്ന്. തമാശ പറയാൻ കണ്ട ഒരു നേരം എന്റെ ഉള്ളിൽ തീയാണ്. എന്റെ പെണ്ണെ, ഇങ്ങനെ പേടിച്ചാൽ ഒളിക്കാൻ കാടില്ല. എനിക്കാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ കേൾക്കെ ഞാൻ ഇവളെ എന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ആവേശമുണ്ട്. വീട്ടിലറിഞ്ഞാൽ എന്നെ കൊല്ലും. എടാ, ഇന്ന് ഞാൻ നിന്നെ കൊല്ലും. നാശം പിടിച്ചവൻ. ഇച്ചിരി പഞ്ചസാര വെച്ചിരുന്നത് മുഴുവനും തിന്നു തീർത്തു. ഇതുങ്ങളെല്ലാം ഉള്ള ഫലം എങ്ങനെ ഗുണം പിടിക്കാനാ? അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് അറുകുര തുള്ളുന്നത്? വഴിയെ പോകുന്നൊരു കേക്കില്ലേ? നീ പോടി കിടന്നു. ഒരുത്തി ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പൊ അതിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. പാക്കടാ, ഇവിടെ വേടാ, ഇവിടെ വേടാ. എന്റെ ദൈവമേ, എനിക്കൊരു ആന്തര്യത്തൊന്നും ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇന്ന് ഫീസ് കൊടുത്തില്ലേ മോളെ? കൊടുത്തു വെച്ചാ? ഒരാഴ്ച താമസിച്ചു പോയി. അച്ഛൻ എന്ത് ചെയ്യാനാ മോളെ? ഞാൻ എന്തെങ്കിലും പറയുമ്പം അച്ഛനും മക്കൾക്കും ഇഷ്ടാവൂല. ഈ പെൺപിള്ളേരെ ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ അതിനൊക്കെ വരുമാനം ഉണ്ടെങ്കിൽ സാരമല്ല. അതൊക്കെ ഈശ്വര കൃപ കൊണ്ട് നടക്കും ഭവാനി. അവർക്കൊക്കെ ഓരോ ജോലി കിട്ടുമ്പം നമ്മുടെ കഷ്ടപ്പാട് തീരും. ആ നിർമ്മലയെ ഡാൻസ് പഠിപ്പിക്കാൻ അയപ്പിച്ച് എന്തുമാത്രം കാശ് ചെലവാക്കി. എന്നിട്ട് എന്താ വിശേഷം? ഇവിടെ കിടന്ന് തിത്തൈ ചെയ്തോന്നും ചാടാനല്ലാതെ. നീ നോക്കിക്കോടി, എന്റെ മോള് പേരെടുത്ത നർത്തകിയാവും. അവളെ ഞാൻ ഇനിയും പഠിപ്പിക്കും. അവിടെ ജാതകത്തിൽ എന്താ എഴുതി വെച്ചേക്കുന്നത് നിനക്കറിയാവോ? ഓ, ജാതക
ജാതകത്തിൽ എഴുതി വെക്കാത്തതിന്റെ കുറ്റമാ. എന്റെ ജാതകത്തിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? മൈസറേറ്റ് ആവുന്നു. നീ ഇപ്പൊ പിന്നെ ആരാ? ഹോ, ഈ മനുഷ്യന്റെ ഒരു കാര്യം, ഞാൻ തലയെ പല്ലിയെ പോലെ കിടന്ന് ചെലച്ചോണ്ട് ഒരു പെണ്ണിനെ വല്ലവണ്ണം കെട്ടിച്ചയച്ചു. എന്നാ അതിന്റെ ഇടപാട് തീർത്തോ? അതുമില്ല. അതൊക്കെ തീർക്കാമെന്നേ. നിർമ്മലയുടെ പഠിത്തം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്താ ഇത്ര ധൃതി? നമ്മൾ ഇതൊക്കെ വിറ്റുപെറുക്കി പോകുന്നുണ്ടോ? സാർ ഇനി പോകുമ്പോ എന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കണേ. കളിയാക്കണ്ട, വഴിന്ന് മാറി നിൽക്ക്. ഞാൻ പോട്ടെ. അമ്പലത്തിൽ പോയിട്ട് പ്രസാദമൊന്നുമില്ലേ? ഞാൻ വഴിപാട് കഴിക്കാനല്ല പോയത്, തൊഴാനാ. വെറുതെ തൊഴുതിട്ട് എന്ത് കിട്ടാനാ? ദൈവമാണെങ്കിലും പ്രസാദിക്കണമെങ്കിൽ വല്ല വഴിപാടോ നേർച്ചയൊക്കെ കഴിക്കണം. എന്നാര് പറഞ്ഞു? ഞങ്ങളുടെ ദൈവത്തിന് അങ്ങനൊന്നുമില്ല. എന്നാൽ അത്രയൊക്കെ പ്രസാദിക്കുള്ളൂ. എനിക്ക് ഈ ദൈവദോഷം കേൾക്കണ്ട, ഞാൻ പോട്ടെ. ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എപ്പോഴൊന്ന് കാണുക. എന്നിട്ട് പറയൂ, എന്തായിരുന്നു സ്വപ്നം? പൂത്ത കാടുകൾക്കിടയിലൂടെ നീ ഞാനും, നല്ല നിലാവ്, ആകാശം നിറയെ നക്ഷത്രങ്ങൾ. നടന്ന് നടന്ന് നമ്മൾ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു അമ്പലത്തിന് മുമ്പിലെത്തി. കാടുകൾക്കിടയിൽ ആരും തൊഴാൻ വരാറില്ലാത്ത ഒരു പഴയ അമ്പലം. അകലെ മലഞ്ചെരുവിൽ എവിടെയോ നിന്ന മലവർഗക്കാരുടെ തുടികൊട്ടും പാട്ടും കേൾക്കാം. അവിടെ വെച്ച് നാണം കൊണ്ട് തുടുത്ത നിന്റെ മുഖം കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്നു. ഇനി പറയണം? മതി. അച്ഛനും അമ്മയ്ക്കും നിർമ്മലയോടെ സ്നേഹമുള്ളൂ. നളിനി, നിന്നോട് എന്ത് സ്നേഹക്കുറവാ ഞങ്ങൾ കാട്ടിയത്? എനിക്ക് തരാനുള്ള രൂപ ഇതുവരെ തന്നു. അവധി എത്ര പറഞ്ഞു? എനിക്ക് അവിടെ കിടന്ന് പൊറുക്കണ്ടേ? ഇവളിവിടെ വരുന്നത് അച്ഛനും അമ്മയും കാണാനല്ല, ശീതളപ്പണം ചോദിക്കാനാ. ഇവളേക്കാൾ ഇവളുടെ നായർ എത്രയോ ഭേദമാ. ഇവളാ എന്നെ ഇറക്കി വിട്ടപ്പം ബാധ ഒഴിഞ്ഞെന്നാ വിചാരം. ഈ കാശ് കിട്ടാതെ ഞാൻ പോവില്ല. ഇത് കിട്ടിയിട്ട് വേണം അങ്ങേർക്ക് സ്വന്തമായൊരു കാർ എടുക്കാൻ. വല്ലവന്റെയും വണ്ടി എത്ര കാലം എന്ന് വെച്ചാ ഓടിക്കുന്നേ? ഞങ്ങൾക്കൊരു കര പറ്റണ്ടേ? അച്ഛൻ ഇതൊന്നും വിചാരമില്ലാഞ്ഞിട്ടാണോ മോളെ? നിന്നെ കെട്ടിച്ചയച്ചതിന്റെ കടം ഇപ്പോഴും വീടിയിട്ടില്ല. അച്ഛൻ എത്ര കിട്ടിയാലും മുഴുവൻ നിർമ്മലയ്ക്ക് വഴിപാട് കഴിക്കാനേ ഉള്ളൂ. നിന്നെ പഠിക്കാൻ അയച്ചിട്ട് പഠിക്കാഞ്ഞത് ആരുടെ കുറ്റം? പറഞ്ഞതുകൊണ്ടായില്ലേ, യോഗം വേണം. അവളെ ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്നാ എന്റെ ആഗ്രഹം. അല്ലാതെ ഈ കുടുംബം ആര് നോക്കും? മാക്കാൻ മൂത്ത മരപ്പെട്ടിയാകുമെന്ന് ആ ചായക്കടയിലെ പരമുച്ചേട്ടൻ പറഞ്ഞു. നേരാണ് അച്ഛ? അച്ഛൻ കണ്ടിട്ടുണ്ടോ മരപ്പെട്ടിയെ? ആർക്കും അറിയാൻ മേലായിരിക്കും. പരമുച്ചേട്ടൻ നുണ പറഞ്ഞതാ.